കൊല്ലം തീരദേശം മാലിന്യക്കൂനകളാൽ നിറയുകയാണ്. പോർട്ട് മുതൽ മൂതാക്കര വാടി ഹാർബർ പരിസരം വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി ചണ്ടി ഡിപ്പോയ്ക്ക് സമാനമായ രീതിയിലായി. കൊതുക് പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിച്ചിട്ടും അധികൃതർ കണ്ടമട്ട് കാണിക്കുന്നില്ല. പുതിയ നഗരഭരണ നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ വാർത്ത ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പുതിയ ഭരണസമിതി കൊല്ലം കോർപ്പറേഷനിൽ അധികാരമേൽക്കുമ്പോൾ തീരദേശവാസികളുടെ ഈ ദുരിതത്തിന് പ്രഥമ പരിഗണന അത് പരിഹരിക്കുന്നതിന് നൽകും എന്ന് നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. AK ഹഫീസ് പുതിയ കൊല്ലം മേയർ ആ കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമുയർത്തിയ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നായിരുന്നു തീരദേശത്തെ മാലിന്യ പ്രശ്നം. തീരദേശം മാലിന്യമലയാന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ ഭരണസമിതിക്ക് മുമ്പിലേക്ക് ഈ വാർത്ത ഞങ്ങൾ വെക്കുകയാണ്. തീരദേശത്തെ മാലിന്യ പ്രശ്നത്തിന്റെ യഥാർത്ഥ കണക്കുകൾ, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. കൊല്ലം പോർട്ട് മുതൽ തങ്കശ്ശേരി വരെ കിടക്കുന്ന പ്രദേശം ഇന്ന് മാലിന്യ കൂമ്പാരമാണ്. മൂക്ക് പൊത്താതെ ഇവിടം കടന്നുപോകാൻ സാധിക്കില്ല. കൊല്ലം പോർട്ട് കഴിഞ്ഞാൽ കടപ്പുറത്തോട് ചേർന്ന മാലിന്യം അനുദിനം കുന്നുകൂടുന്നു. മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മാലിന്യങ്ങളിൽ ഈച്ചയും കൊതുകുകളും പെരുകുകയാണ്. ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലുതാണ്. മാലിന്യമല ഉയർന്നതോടെ പോർട്ട് മുതൽ വാടി വരെയുള്ള സ്ഥലം തെരുവുനായ്ക്കളുടെ താവളമായി. ഇവിടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചവറ് വാടിയും തങ്കശ്ശേരിയിൽ നിന്ന് കൊണ്ട് ഇവിടെ കൊണ്ടാണ് ഇടുന്നത്. നമ്മൾ ഈ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ പല പ്രാവശ്യം ക്ലീൻ ആക്കിയിട്ടാൽ അവരിപ്പം കൊണ്ടിടുന്നതെല്ലാം ഈ ഭാഗത്താണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഭയങ്കര സ്മെല്ലും, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. മഴ വന്നാൽ പിന്നെ പറയണ്ട. മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപം വരെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇതിൽ ചവിട്ടിപ്പോകേണ്ട അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ പ്രഹസനമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൗൺസിലർമാർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റം വരുത്താൻ ചാൻസ് കൂടുതലാണ്. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം മാറണം, മാറിയാലേ പറ്റൂ. ഇപ്പോൾ പുതിയ ഭരണം ഇപ്പോൾ കോർപ്പറേഷൻ നമുക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ കോർപ്പറേഷൻ ഭരണം ഇനിയിപ്പോൾ അവരെ രീതി എന്താണെന്ന് നമ്മൾ നോക്കണം. അവർ ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ 10-25 കൊല്ലം കൊണ്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷനാണ് ഇപ്പം UDF ഭരിച്ചിരിക്കുന്നത്. അപ്പോൾ UDF ഇത് ചെയ്തേ പറ്റൂ. വികസനം കാണിച്ചു കൊടുത്താലല്ലേ നാളെ ഈ ജനങ്ങൾ ചെയ്യത്തുള്ളൂ വോട്ട്. മാലിന്യം പലയിടങ്ങളിൽ കടലോര മേഖലകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരു വൃത്തിയാക്കാത്തോണ്ട് കിടക്കുന്നു. ഇതെന്തോ കണ്ടമാനം കിടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നില്ല. ഇത് കോർപ്പറേഷൻ പറയുന്നതെല്ലാം ക്ലീൻ ചെയ്യുന്നു, പിടിക്കുന്നതൊക്കെ അല്ലേ പറഞ്ഞു. എന്തോ ഒന്നും അറിയാൻ വയ്യ. നമുക്കറിയാൻ വയ്യ, വന്നതിന് ശേഷം എല്ലാം പറയാക്കൂ. ടൺ കണക്കിന് മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിട്ടും ആരോഗ്യ വിഭാഗം അധികൃതർ പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പഴയ ഭരണ നേതൃത്വം എന്ത് ചെയ്തു എന്നതിന്റെ കണക്കെടുക്കുന്നില്ല. ഇനി ഈ വാർത്ത പുതിയ ഭരണ നേതൃത്വത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും മനുഷ്യരാണ്. നമ്മുടെ തീരദേശം മാലിന്യമുക്തമാവുകയും വേണം. കൊല്ലത്ത് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്ത സംസ്ഥാന ശുചിത്വ മിഷന്റെയും അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ ഭരണസമിതിയുടെയും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. AK ഹഫീസ് കൊല്ലത്തിൻ്റെ തീരമേഖലകളുടെ സ്പന്ദനമറിയാവുന്ന നേതാവാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കും, ചുമതലയേറ്റാൽ ഉടൻ എന്ന് കരുതാം. പക്ഷേ ആ പുതിയ കമ്മിറ്റി ചുമതലയേൽക്കുന്നത് വരെ ആ ദുരിതം തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടതില്ല. ആ കാര്യത്തിൽ സംസ്ഥാന ശുചിത്വ മിഷനും കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്കുമൊക്കെ ആ കാര്യത്തിൽ ഒരു മുഖ്യ പങ്കുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. അതിൽ മിനി ബാബു പറയുന്നു, മാലിന്യം കൂടുന്നതിനനുസരിച്ച് തെരുവുനായ ശല്യം കൂടും, എല്ലാം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമെന്ന്. മാത്യു പറയുന്നു, ഈ മാലിന്യ കൂമ്പാരമാണ് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കാൻ കാരണമെന്ന്. രവികുമാർ പറയുന്നു, മാലിന്യമുക്ത കേരളം എന്ന വാക്ക് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ
സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 24-ന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെയും യൂട്യൂബിന്റെയും ഒക്കെ കമന്റ് ബോക്സുകളിൽ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.